പ്രശാന്തേട്ട, പുതിയ വാർത്ത. മ്യാൻമറിൽ നിന്നുള്ള 1000-ഓളം കുക്കി തീവ്രവാദികൾ നമ്മുടെ അതിർത്തി കടക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. അവിടെ തമ്പടിക്കുന്നു. കാത്തു നിൽക്കുന്നു എന്നല്ല, തമ്പടിക്കുന്നു. ഇത് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. മണിപ്പൂർ നിന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. 30 പേർ വീതം അടങ്ങുന്ന ആളുകൾ സംഘമായിട്ടാണ് ഇവർ അതിർത്തി കടക്കാനായി റെഡിയായി നിൽക്കുന്നത്. പക്ഷേ ഇവർ അതിർത്തി കടന്നാൽ ആ സമയത്ത് തന്നെ ഇവരെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സൈനികർ, മണിപ്പൂർ പോലീസും അതുപോലെ തന്നെ അസം റൈഫിൾസ്, CRPF ഇത്രയും ആളുകൾ അതിർത്തിയിൽ ജാഗ്രതയോടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ മ്യാൻമറിൽ നിന്നുള്ള കുക്കി തീവ്രവാദികൾ മണിപ്പൂർ കലാപത്തിലൊക്കെ ഇവർക്ക് വലിയ പങ്കുണ്ട്. ഇവരെ എങ്ങനെയും പൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മളിപ്പോൾ ഈ അടുത്ത് ഈ മ്യാൻമർ മുഴുവൻ അതിർത്തി അടച്ച് കെട്ടുന്നതിനെ കുറിച്ചൊക്കെ ഗവൺമെൻറ് അതിന് അപ്രൂവൽ കൊടുത്തു. 30 കിലോമീറ്ററോളം മറ്റോ കെട്ടിക്കഴിഞ്ഞു. ബാക്കിയും കൂടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു മേഖല സംഘർഷരഹിതമാക്കുക എന്നുള്ള, രക്തച്ചൊരിച്ചിലില്ലാതെ സംഘർഷരഹിതമാക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവർ അതിർത്തി കടന്നു വന്നു കഴിഞ്ഞാൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ പട്ടാളം തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ജോൺ, ഇതൊരു വിശേഷപ്പെട്ട വാർത്തയല്ല. ഇപ്പം 1000 പേര് അതിർത്തിയിൽ നിൽക്കുന്നു എന്നുള്ളതും അതിനകത്ത് 30 പേരടങ്ങുന്ന ചെറു സംഘങ്ങൾ ഗ്രാമവാസികളുടെ സഹായത്തോടു കൂടി അതിർത്തിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതവസരത്തിലും കയറി വരാൻ 10,000-കണക്കിന് ആൾക്കാർ നേരത്തെ കയറിയത് നമ്മുടെ മണിപ്പൂരിലുണ്ടെന്ന് കണ്ടെത്തുകയും അവരെ തിരിച്ചു വിടുന്നതിന് വേണ്ടി ശ്രമം ഇരുന്നപ്പോഴാണ് രണ്ടാമത്തെ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് ഈ തീവ്ര സ്വഭാവമുള്ള കുക്കികൾ മ്യാൻമറിൽ നിന്ന് നേരത്തെ അവിടുത്തെ കുക്കികളുടെ സഹായത്തോടു കൂടി അവിടെ കയറുന്നു. മനസ്സിലായി? മെയ്തി വിഭാഗത്തിനാണ് അവിടെ ജനസംഖ്യ അനുപാതം കൂടുതൽ, കുക്കി വിഭാഗത്തിന് കുറവാണ്. അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, പണ്ടോട്ട് അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മ്യാൻമറിൽ നിന്നുള്ള കുക്കി വിഭാഗത്തിലുള്ള ആൾക്കാരെ അനധികൃതമായിട്ട് അവിടെ കയറ്റി പാർപ്പിച്ച് ജനസംഖ്യ അനുപാതം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കുക്കി വിഭാഗം ഭൂരിഭാഗം വരുന്നത്, എല്ലാ ജാതിയും ഉണ്ടെങ്കിലും ഭൂരിഭാഗം വരുന്നതും ക്രിസ്ത്യാനികളാണ്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെ ഈ മ്യാൻമർ, ഈ ബംഗ്ലാദേശ്, ഈ മണിപ്പൂർ മേഖല കേന്ദ്രീകരിച്ച് അവിടുന്ന് ഈ 3 കേന്ദ്രീകരിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരണത്തിനെന്നും പറഞ്ഞുകൊണ്ടൊക്കെ നേരത്തെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ളൊക്കെ ഒരു നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞത് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു വിദേശ ശക്തികളുടെ ഇടപെടലും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം, അവിടെ നിർമ്മിക്കുന്ന ഡ്രോൺ, അതിന്റെ സഹായം ചൈനയുടേതാണോ അമേരിക്കയുടേതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും 2 രാജ്യങ്ങളെ നമ്മൾ സമീപിക്കും. അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ, അവിടുത്തെ മിസൈൽ അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ സയന്റിഫിക് ആയിട്ട് മിസൈൽ എന്തുവായാലും കുറച്ചെങ്കിലും ദൂരം പറന്ന് അതിന്റെ കർമ്മം നിർവഹിച്ച് തറയാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ അവിടെ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. അവിടെ ഈ വളരെ കാലം മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ, കുറച്ച് നാളത്തെ നിരീക്ഷണത്തിൽ പോപ്പി കൃഷിയുണ്ട്, മ്യാൻമറിലും ഉണ്ട്. ഈ പോപ്പി കൃഷിയുടെ കുത്തക മ്യാൻമറിലും ഇവർക്കാണ്, കുക്കിക്കാണ്, ഇവിടെയും കുക്കിക്കാണ്. ഇത് ഈ കഴിഞ്ഞ BJP ഗവൺമെന്റ് വന്നപ്പോൾ ഈ പോപ്പി കൃഷി അവിടെ ഒക്കത്തില്ലെന്ന് കണ്ടു. അല്ലെങ്കിൽ ഇത് അനുവദിക്കാൻ പറ്റില്ല. കാരണം അനധികൃതമായിട്ടുള്ള ഹവാല പണം വരുന്നതിന് ഇത് കാരണമാകും. രണ്ടാമത് അവിടുത്തെ ജനതയെ നശിപ്പിക്കുന്ന ഒരു അവസരം, അത് മയക്കുമരുന്നാണല്ലോ ഇതിന്റെ പുറകിലെ പ്രൊമോട്ടർ യഥാർത്ഥത്തിൽ വിദേശ ശക്തികളും ജോർജ് സോറസ് ആണെന്ന് പോലും പറയുന്നുണ്ട്. കാരണം അയാളുടെ വേറെ ഏതോ ഒരു രാജ്യത്ത് മയക്കുമരുന്ന് ആ രാജ്യം അല്ലെങ്കിൽ ആ കൃഷി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവിടുന്ന് ഇതിങ്ങോട്ട് നീക്കിയതാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു വല്ലാത്ത അജണ്ടയുണ്ട്. പറഞ്ഞു മനസ്സിലായി? ഈ പോപ്പി കൃഷിക്ക് ക്ഷീണം വരുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ആദ്യ കലാപം ഉണ്ടാകുന്നത്. അതിനൊരു കാരണമില്ല. ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞ പോലെ ഈ പറഞ്ഞ കോടതി വിധി വന്നു. ആ കലാപത്തിന് ശേഷം നിൽക്കുന്നില്ല. അപ്പം ഈ അവരുടെ ബിസിനസ്സുകൾ മാത്രമല്ല, പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ മൊത്തം ഇവരുടെ ഇല്ല. അവിടുത്തുകാരായിട്ടുള്ള ഈ മേദി വിഭാഗം ശരിക്കും പറഞ്ഞ അടിസ്ഥാന വർഗം അവിടുത്തെ. ഇവരെ കുറെ മിക്കവാറും കുടിയേറി വന്നത്, ഇനി എല്ലാം ഉണ്ട്, എന്നാൽ കുടിയേറ്റക്കാരാ കൂടുതൽ ഇതിനകത്തെ. മൊത്തം ഇവരുടെ ഇല്ല, സംവിധാനങ്ങൾ മൊത്തം ഇവരുടെ ഇല്ല, പൈസ മൊത്തം ഇവരുടെ ഇല്ല, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവരുടെ ഇല്ല. പൈസയും വസ്തുവും എല്ലാം വേണ്ട 10-15% ഉള്ളൂ ഈ കൂടുതൽ ജനസംഖ്യാനുപാതത്തിൽ വരുന്ന ഈ മെയ്തികളുടെ കയ്യിൽ. അപ്പൊ ഇതൊക്കെ അവിടുത്തെ ഒരു സംഘർഷം. മാത്രവുമല്ല, ഈ അവിടെ കയറിക്കഴിഞ്ഞാൽ, 1000 പേര് കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇവരെ നേരിടുന്നത് വലിയ പ്രയാസം ഉള്ള കാര്യം. കാരണം ആ മേഖലകൾ വല്ലാത്ത മേഖലയാണ്. പട്ടാളത്തിനും പോലീസിനും കയറി. അതുകൊണ്ടാണ് അവിടെ കയറിയിരിക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ഈ
കുക്കി വിഭാഗത്തിലുള്ള തീവ്രവാദികൾ എന്ന് പറയാവുന്നവരാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടെ വംശീയ കലാപം ഉണ്ടാക്കിയത്. ഇവിടുത്തെ ചില ആൾക്കാർ, രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഈ ഇന്ത്യയിലുടനീളം ഈ അവിടെ നടക്കുന്നത് വംശീയ കലാപമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ പോപ്പി കൃഷിയാണ്, അല്ലെങ്കിൽ വിദേശ ഇടപെടലാണ്, യഥാർത്ഥത്തിൽ വർഗീയ കലാപമല്ല, അതല്ല BJP ആണ് അവിടെ ഭരിക്കുന്നത്, അവിടെ RSS, അവിടെ നിന്ന് RSSും ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ മേഖല. അവിടെ ഈ അവരുടെ സ്വഭാവത്തെ പറ്റി യോണിനും അറിയാമല്ലോ, ഈ ആദിവാസി അല്ലെങ്കിൽ ഗോത്രമേഖലയാണ്. അവർ ഏത് ജാതി ആയാലും അവർക്ക് പെട്ടെന്ന് മുറിയിലുണ്ട്, അവർക്ക് ആർമി സംവിധാനം ഒക്കെ ഉള്ളതാണ് ഈ എല്ലാ രണ്ട് ഭാഗത്തിലും. അപ്പോൾ അവരുടെ സ്വഭാവത്തെ പറ്റി അറിയാം. അവിടെ വേറെ ആർക്കും അങ്ങനെ കയറി ഇടപെടാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും രീതി നടക്കുന്നതല്ല. അപ്പോൾ ഇത് രണ്ടാമത് ഈ കലാപത്തെ മുതലെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൃത്യമായിട്ട് ശ്രമിക്കും, അത് ഇന്ത്യയിൽ മൊത്തം പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഏറ്റവും അവസാനം ഈ രാഹുൽ ഗാന്ധി പലവട്ടങ്ങളിൽ അവിടെ പോയി അവിടുത്തെ രണ്ട് വിഭാഗങ്ങളെ വളരെ കൃത്യമായിട്ട് രണ്ടായിട്ട് വേർതിരിച്ചെടുക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിച്ചു. ഏറ്റവും അവസാനം അവരുടെ MP മാരാണല്ലോ അവിടെ ഉണ്ട്. എന്താ കലാപം നിൽക്കാത്തത്? എന്താണ് അവിടെ കലാപം നിൽക്കാത്തത്? ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനെ അവിടുത്തെ MP മാർ കോൺഗ്രസിന്റെ ആണല്ലോ ഉണ്ടായത്. 2 MP അങ്ങാണ്ടേ ഉള്ളൂ, രണ്ടും കോൺഗ്രസിന്റെ ആണല്ലോ. എന്താണ് അവിടെ കലാപം നിൽക്കാത്തത്? അപ്പൊ കലാപത്തിന് കൂട്ടുപിടിക്കുന്ന പ്രതിപക്ഷവും, അല്ലെങ്കിൽ ആ കലാപം അങ്ങനെ നിൽക്കുന്നതിനകത്തുനിന്ന് കലാപത്തിനകത്തും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷവും ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഞാനീ പറഞ്ഞത് അപ്പം അവിടെ നടക്കുന്ന ഈ അതിർത്തിയിലുള്ളവരെ ഇപ്പം യാതൊരു കാരണവശാലും കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെ ഗവൺമെന്റ് നോക്കുന്നുണ്ട്. കാരണം ഈ അതിനകത്ത് ഇപ്പം ഇന്റർനെറ്റ് ഒക്കെ നിരോധിച്ചിട്ട് കുറേ ദിവസം, കാരണം അതിനകത്ത് നടക്കുന്ന എന്തോ കാര്യങ്ങളാണെന്ന് അറിയേണ്ട അവിടെ കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതിയാവത്തുള്ളൂ. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു കടന്നുകയറ്റമായി. കാരണം രാജ്യത്തിനകത്ത് ആഭ്യന്തര യുദ്ധവും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് അകത്തൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അടിപിടി ഉണ്ടാവുന്നത് പോലെ അല്ല എല്ലാ രാജ്യത്തും ഉണ്ടാവുന്നത്. ഇത് അങ്ങനെയല്ല. രാജ്യത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗവർണറുടെ ഒക്കെ അടുത്തോട്ട് മിസൈൽ വിടാനും ഡ്രോൺ ഉപയോഗിച്ച് ബോംബ് വിടാനും ഒക്കെയുള്ള സംവിധാനത്തിലെ കാര്യങ്ങൾ പോയപ്പോൾ ഇനി അത് വെച്ച് വെറുപ്പിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെളിയിലറിയേണ്ടാന്നും പിന്നെ പരസ്പരം കോപ്പ് കൂട്ടുന്നതിന് വേണ്ടി അതറിയണ്ടെന്ന് വിചാരിച്ചാണ് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ഈ തീവ്ര നിലപാടുള്ള മ്യാൻമറി ആഭ്യന്തര കലകമാണല്ലോ, ജോൺ പ്രശ്നമാണ്. അവിടുന്ന് ഇപ്പോൾ ചൈനയെല്ലാം അതിർത്തി മൊത്തം കെട്ടിയടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് കയറാൻ സാധ്യത, ഇവിടെ കയറുവാണെങ്കിൽ അവരെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ വധിച്ചു കളയാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞത്, ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ, ചില താല്പര്യക്കാരുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. രാജ്യത്തിനകത്ത് വർഗീയ കലാപമെന്നും വംശീയ കലാപമെന്നൊക്കെ പറയുന്ന ചില കലാപങ്ങൾ, അതിൻ്റെ മറവിൽ നടക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ കലാപങ്ങളാണ്. അത് രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കലാപങ്ങളാണ്. ഈ കലാപങ്ങൾ നയിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കലാപത്തിന് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ കാലം മുമ്പ് പറഞ്ഞു. അപ്പം ഈ 1000 തീവ്രവാദികൾ അതിർത്തിയിലുണ്ടെങ്കിൽ 10,000 തീവ്രവാദികൾ അകത്തുണ്ട്. അവരെ ബോംബും മിസൈലും കോപ്പും ഒക്കെ തയ്യാറായി നിൽക്കുകയാണ്. അതിനൊരു അവസാനം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് BSFും ആസാം റൈഫിൾസും ഗവൺമെന്റ് സംവിധാനവും ഒക്കെ മാറുമെന്നാണ് തോന്നുന്നത്. അത് അങ്ങനെ നടക്കത്തുള്ളൂ. അതിനകത്ത് മറ്റൊരു വിവരം കൂടെ വരുന്നത്, സെപ്റ്റംബർ 28-ന് വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ ഇവർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു വിവരം കൂടി ചോർന്നു കിട്ടിയിട്ടുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇവർ തമ്പടി അവിടുന്ന് കയറി വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. സെപ്റ്റംബർ 28 എന്ന് പറയുന്ന ഡേറ്റിൽ ഇവർ ആക്രമണം നടത്തുക, ആ ടാർഗറ്റോടു കൂടിയാണ് അവരവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പായിട്ടും കാണും ജോണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആക്രമണം തുടങ്ങിയല്ലോ. അപ്പോൾ ഇപ്പോഴാണെന്നുള്ള ഗവൺമെന്റിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ട് എല്ലാ രീതിയിലും ഫോഴ്സ് ഇടപെട്ട്, അപ്പം അതിനുവേണ്ടി അവരുടെ ഒരു തയ്യാറെടുപ്പ് കാണുമല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ ഡോവൽ ഉൾപ്പെടെയുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമൊന്നും മോശമല്ല. ഏത് സാധനമാണെങ്കിലും അന്നേരം ക്യാച്ച് ചെയ്യും. അതിൻ്റെ വേണ്ടിയുള്ള ഇടപെടിയിലും അല്ലെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇതൊന്നും കൃത്യമായിട്ട് നടക്കാത്തത്. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പ് അവർ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അതിർത്തിയിൽ ഇപ്പം ഈ ഇത്രയും പേര് ഒന്നിച്ച് സംഘടിച്ച് നിൽക്കുന്നത്. അപ്പം കലാപത്തിന് ഒരു കോപ്പ് കൂട്ടൽ ഉണ്ടാവും. അപ്പം അതിന് തടസ്സത്തിന് വേണ്ടിയാണല്ലോ നമ്മുടെ BSFും ആസാം റൈഫിൾസും അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. പിന്നെ ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കും കലാപമായിട്ടും സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ എല്ലാം. അപ്പോൾ അതൊന്നും നടക്കാത്ത രീതിയാണ്. അത് അതിൻ്റെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കമാൻഡോസിനെയാണ് കൃത്യമായിട്ട് വിട്ടത്. എന്നാൽ ഇവിടെ ഈ വൈഡ് ഏരിയ ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പണ്ട് കാർഗിൽ യുദ്ധത്തിൻ്റെ കൂട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അവർ ഈ പറഞ്ഞതുപോലെ സൈനിക അഭ്യാസം പഠിച്ചിട്ട് അവരുടെ ഈ ഗോത്രവർഗത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ നിസ്സാരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പട്ടാളമാണെങ്കിൽ കായികമായും ആയുധങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് ഈ മരിക്കുന്നതിനൊന്നും വലിയ പേടിയുള്ള ഭയമുള്ള വർഗമല്ല ഈ ഗോത്രവർഗത്തിന്റെ ഒരു പ്രത്യേകത. സ്ത്രീകൾ ഉൾപ്പെടെ ഈ പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കളയും. മനസ്സിലായി. ബാക്കിയുള്ള പ്രദേശത്തെ കൂട്ടല്ല. മണിപ്പൂർ നമ്മൾ കണ്ടതാണ്.
വരെത്തും. അപ്പൊ എന്തായാലും ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്, ഇവരെ തൂക്കിയെടുത്ത് അകത്തിടുക, അതെ അതെ, മണിപ്പൂരിനെ ശാന്തമാക്കുക, ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.